ഇടക്കിന്റെ മോളെ കൂട്ടിക്കൊണ്ടുപോയി എന്തിന്? അരികുത്ത് കല്യാണം. എന്താ അരികുത്ത് കല്യാണം എന്ന് പറഞ്ഞാല് ചട്ടയും മുണ്ടും ധരിപ്പിച്ചിട്ട് പഴയ തറവാട്ടിലെ ഏതെങ്കിലും ഒരു ഹിന്ദുക്കളെ കുടുംബത്ത് പോയിട്ട് അമ്മിമേലിട്ടിട്ട് ഉരലിലിട്ട് കുത്തുക, വീഡിയോ എടുക്കുക. അപ്പൊ ഞാൻ നിങ്ങളുടെ കയ്യിൽ എന്തായും ബേജാറ്? ഒന്നുമില്ല. പണ്ടത്തെ ചട്ടയും മുണ്ടും കിട്ടാൻ നാട്ടിലുള്ള സർവ്വ പുരയിലും വല്യന്മാരെടുത്ത് പോയി കിട്ടിയില്ല. അവസാനം അതും വാങ്ങേണ്ടി വന്നു. ഇതൊക്കെ നമ്മൾ വരുത്തി വെച്ച നിങ്ങൾക്ക് നിർത്താൻ പറ്റും തോന്നുന്നുണ്ടോ? നിർത്താൻ പറ്റും തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? അതില്ലാത്തൊരു കല്യാണപ്പുര പോയി തലേന്ന് ഇങ്ങനെ തിരിച്ചു വരുമ്പോ നാട്ടുകാർക്ക് എവിടുന്ന അയ്മയിന്റെ കല്യാണപ്പുരന്ന്, നദീറിന്റെ കല്യാണപ്പുരന്ന്, കല്യാണമൊക്കെ എങ്ങനെയുണ്ട്? ഒരുറങ്ങിയ കല്യാണം. ഇതൊന്നുമില്ല. എല്ലാ രംഗത്തും പണ്ട് ഞാൻ പറയാറുണ്ട്, ഏതെങ്കിലും ഒരു കല്യാണം തീരുമാനിക്കുമ്പോൾ ചീക്കൊന്നാണെങ്കിലും ഒരു തലമുതിർന്ന കാരണവരെ വിളിച്ചിട്ട് കുടുംബക്കാരൻ പറയും, ഭക്ഷണമൊക്കെ ഈ നോക്കണം കേട്ടോ. എന്തൊരു ഐക്യായിരുന്നു അത്. ഞാനൊക്കെ നിന്റെ വാപ്പനെയും നാട്ടിലെല്ലാവരും ഏൽപ്പിക്കുക, അതിറൂനെ ഏൽപ്പിച്ച അത് ഭംഗിയാവുന്നതിനും പറയാം. എന്നിട്ട് എന്റെ വാപ്പന്റെ കണ്ണിന് മുമ്പ് കൂടെ ഞാനിങ്ങനെ നടക്കേനും, ഇതിന് വെള്ളം പാരാനെങ്കിലും വാപ്പ എന്നെ വിളിക്കേക്കും. പക്ഷെ എല്ലാരും വാപ്പനെ ഏൽപ്പിക്കും. ഓരോരുത്തരെയും ഈ ചോറ് കൊടുത്താൽ മതി, ഓൻ തട്ടിച്ചോറ് തട്ടട്ടെ, ഇവൻ കറി വിളമ്പട്ടെ, ഭംഗിയിലെല്ലാം കഴിയും. ഇന്ന് ഓരോരുത്തരും ഇങ്ങനെ പറയുമ്പോൾ തന്നെ വിളിക്കുമ്പോൾ തന്നെ ചോദിക്കും എപ്പോഴാ കല്യാണം? വൈകുന്നേരം 4 to രാത്രി 8 മണി വരെ. എന്നിട്ട് ഏകദേശം സമയത്തിന് പോയിട്ടും പ്ലേറ്റും പിടിച്ച് ക്യൂ നിൽക്കണം. എന്നിട്ട് തന്നെ ഓരോരുത്തർ കോരിയിടുന്നവന്റെ മുഖത്തേക്കൊക്കെ നോക്കിയിട്ട് ദയനീയ ഭാവത്ത് പറയും, മോനൂടി ഉണ്ട്, 2 അഷ്ണോടി ഉണ്ട്. ബേജാറായിട്ടും വെപ്രാളായിട്ടും എരന്ന് തിന്നിട്ടും ചിലർ എരക്കാതെ നിന്നിട്ടും. ഇനി ഇതിനൊക്കെ നേതൃത്വം വഹിക്കേണ്ടവരും കുടുംബക്കാരൊക്കെ എവിടെയായിരിക്കും? ഓല പാട്ടിലും സന്തോഷത്തിലായിരിക്കും. ഗാനമേള ട്രൂപ്പ് ഏൽപ്പിച്ചിട്ടുണ്ട്. അതാണും പെണ്ണും കുത്തഴിഞ്ഞ് തുള്ളുന്ന പാടുന്ന പാട്ടിനനുസരിച്ച്. ഇന്റെ അനുഭവം പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക്? ഇതേപോലൊരു കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടപ്പം ഒരു പ്രഭാഷണം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം 8 മണിയായി. ആ 8 മണിക്ക് ഭാര്യയും മക്കളെയും കൂട്ടിയിട്ട് കല്യാണപ്പുരയിലെത്തി. കയറി ചെല്ലുമ്പോൾ തന്നെ കാതടിപ്പിക്കുന്ന സംഗീത മേലാംഗം. എങ്ങനെയൊക്കെയോ ഭക്ഷണ ഹാളിലേക്ക് എത്തിയപ്പം വക്കിങ്ങനെ തുരുമ്പിച്ചു പോയൊരു വെള്ളപ്പം കിട്ടി. എന്റെ പെണ്ണുങ്ങൾക്കും കിട്ടിയില്ല, മക്കൾക്കും കിട്ടിയില്ല. എന്ത് ചെയ്യണമെന്നറിയാം, ഇത് ആരോട് പറയണമെന്നറിയാണ്ട് വെപ്രാളപ്പെട്ടു നിൽക്കുമ്പം കുടുംബക്കാരനും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ട് കസേരയിട്ടിട്ട് ഇങ്ങനെ തുള്ളുന്നു. എന്നിട്ട് നമ്മൾ പറയാ കാലം അങ്ങനത്തതായി പോയി, അതാപ്പൊ പടച്ചോൻ ഇങ്ങനെയൊക്കെ പരീക്ഷിക്കുന്നതെന്ന്. നിങ്ങൾ അള്ളാനെ പൊട്ടനാക്കരുത് കേട്ടോ. പടച്ചോൻ അത്ര പൊട്ടനൊന്നുമല്ല. വരുത്തി വെക്കുന്ന ഫിത്തിനെ ഞാനും നിങ്ങളും അനുഭവിക്കുന്നുള്ളൂ എല്ലാ രംഗത്തും. ഇക്കഴിഞ്ഞ മാസം കോഴിക്കോട് ജില്ലയിൽ കേരളത്തിലുള്ള ഓരോരോ ഡോക്ടർമാരും രേഖപ്പെടുത്തിയല്ലോ, ഏറ്റവും കൂടുതൽ കിഡ്നി രോഗികൾ, വൃക്ക രോഗികൾ അവിടെയാ കോഴിക്കോട് ജില്ലയിൽ. കാരണം ഭക്ഷണപ്രിയന്മാരുടെ ലോകമായി കോഴിക്കോട് മാറി. 431 ചെറുതും വലുതുമായ തട്ടുകടകളും ഹോട്ടലുകളും ഹൈടെക് സ്ഥാപനങ്ങളുമാണ് കോഴിക്കോടിന്റെ മണ്ണിൽ. അതും പകല് 3 മണി മുതൽ പുലർച്ചെ 4 മണി വരെ. ഇക്കഴിഞ്ഞ റമദാനിന് വീട്ടിലെ ഭക്ഷണം ആർക്കും മതിയാകുന്നില്ല. മക്കൾക്ക് മതിയായോ? പലർക്കും വീട്ടിലെ ഭക്ഷണം വേണ്ട. തുറന്ന ഉടനെ തന്നെ പോവുകയാണ്. എന്ത് തിന്നാൻ? ആൾക്കാർക്ക് എന്തൊന്നു പോലും അറിയാത്ത ഭക്ഷണ സാധനം, ആമാശയത്തെ ദ്രവിപ്പിച്ച് കളയുന്ന ഭക്ഷണം. ഞാൻ അത്ഭുതത്തോടെ കണ്ടിട്ടുണ്ട്. റമദാന്റെ രാത്രിയിൽ ഞാനിങ്ങനെ ബീച്ചിന്റെ സൈഡിൽ കൂടെ പ്രഭാഷണത്തിന് പോകുമ്പോ അവിടെയുള്ള ഓരോ ബോർഡുമ്പോൾ ഇങ്ങനെ എഴുതി വെച്ചത്. അവിടെ ഉണ്ടാവാം കേട്ടോ, നാദാപുരത്ത് ഉണ്ടാവാം, എല്ലായിടത്തിലും ഉണ്ടാകും. നോമ്പാകുമ്പോ അതൊരു ഫാഷനാ. ഫുഡ് രാത്രി റോഡ് സൈഡിൽ സ്ട്രീറ്റ് ഫുഡ്. ഞാൻ അതിലിങ്ങനെ ബോർഡുമേൽ നോക്കുമ്പോ മുമ്പിലുള്ളത് കുറെ ഭരണിയിൽ ഇങ്ങനെ ഉപ്പിലിട്ട് വെച്ചതാ. സാധാരണ ഉപ്പിലിട്ട് വെച്ചതെന്നുള്ള കോലത്തിലാണ് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. പക്ഷെ ബോർഡുമേലുള്ള പേരെന്താ രസം അറിയോ? വേട്ടാളൻ, കാട്ടാളൻ, ഉദരം കലക്കി, ആത്മാവേപ്പോ. മനുഷ്യന്റെ അഷ്ട വയറിലേക്ക് എന്താന്ന് പോലും അറിയാത്ത സാധനങ്ങൾ കുത്തിക്കയറ്റുന്നവര്. വൃക്ക രോഗികൾ കൂടിക്കൊണ്ടിരിക്കുക, വന്ധ്യത കൂടിക്കൊണ്ടിരിക്കുക, സ്ത്രീകൾക്ക് വരെ. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളത്തിൽ പേരുകേട്ട 10ഓളം അപരാലയങ്ങൾ ആശുപത്രികളിൽ. കോഴിക്കോട് ജില്ലയിലെ 3 പേരുകേട്ട ആശുപത്രി അമേരിക്കൻ ബേസ് ചെയ്ത കമ്പനി 7000 കോടി ഇൻവെസ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞല്ല, പത്രം പറഞ്ഞ. ഇന്ത്യൻ ഗവൺമെന്റ് അനുവാദം കൊടുത്തു. ബേബി മെമ്മോറിയൽ, മിംസ് ഹോസ്പിറ്റൽ, മൈത്ര ഹോസ്പിറ്റൽ, 3 സ്ഥാപനങ്ങളിൽ 7000 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയത് അമേരിക്കൻ ബേസ് ചെയ്ത ഇംഗ്ലീഷ് കമ്പനിയാണ്. അതിനവര് പറഞ്ഞ മറുപടി, ലാഭകരമായ കേരളത്തിലെ ബിസിനസ് ഒന്ന് ഹോട്ടലും ഒന്ന് ഹോസ്പിറ്റലുമാണ്. എത്ര സൂക്കേട് നമ്മൾ വന്നു. 25-ാമോ 30-ാമത്തെ വയസ്സിലതാ ആൻജിയോപ്ലാസ്റ്റും കഴിഞ്ഞ് ആർക്ക്? ചെറുപ്പക്കാരന്. 12 വയസ്സുള്ള കുട്ടിക്ക് ഡയബറ്റിക്. ചിന്തിക്കാൻ പറ്റുമോ നമുക്ക്? നിയന്ത്രിതമല്ലാത്ത സംസ്കാര രീതിയിലേക്ക് നമ്മൾ മാറിയപ്പം കുടുംബം ഇങ്ങനെ കൈവിട്ടുകൊണ്ടിരിക്കാൻ തുടങ്ങി. ശൈലികൾ മാറി. രാത്രി മുഴുവനും റോട്ടില്, പകല് മുഴുവനും കിടന്നുറങ്ങുക. അല്ല രാത്രിയെ പറ്റി പറഞ്ഞതെന്താ? രാത്രി നിങ്ങൾ ഉറങ്ങണം, ഉറങ്ങിയേ മതിയാവും.
അപ്പൊ ചിലർ ചോദിക്കും രാത്രി പണിയെടുക്കുന്നവരൊക്കെ അല്ലേ എന്ന്. അതല്ലല്ലോ ഇത്. രാത്രി അനാവശ്യമായി റോട്ടിന്റെ സൈഡിൽ കുത്തിയിരുന്ന് കഥ പറഞ്ഞ് പൊള്ളി രാത്രി 1 മണിക്കും 2 മണിക്കും വരെ ഭക്ഷണം കഴിച്ച് ആ ഭക്ഷണത്തിന്റെ ഹാങ് ഓവറോട് കൂടി വന്നു കിടന്ന് രാവിലെ 8 മണിക്ക് എഴുന്നേൽക്കാത്ത മകനെ തട്ടി വിളിച്ചിട്ട് ഉമ്മ പറയാ, എണീക്കുമ്പോ കുടിച്ചോളൂ വേണ്ടി ഞാൻ മേശപ്പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്, എടുത്തു വെച്ചിട്ടുണ്ട്, ഉമ്മക്ക് വേറെ കുറെ തിരക്കുണ്ട്. സംസ്കാരങ്ങളും രീതികളും മാറിയ അസുഖങ്ങൾ കൂടി, ബന്ധങ്ങൾ തകർന്നു. ആർക്കും ആരോടും പ്രത്യേകിച്ച് കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല, ആർക്കും ആരോടും പ്രത്യേകിച്ച് സ്നേഹമൊന്നുമില്ല. ഉണ്ടോ? ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറുമ്പോൾ നമ്മളെ കുടുംബത്തെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട രീതിയിലേക്ക് കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് പറ്റണം. അന്നാമിസാത്ത് വൽ മുത്തനമിസ്മാത്ത്, ഞാൻ അതും കൂടെ പറയാം. ചായം തേക്കുന്നവളെയും ചായം കുത്തുന്നവളെയും ഉലമാക്കൾ അതിന് ഇന്നത്തെ ഭാഷയിൽ രേഖപ്പെടുത്തി ചായം തേക്കുന്നവൾ. നിങ്ങൾക്കെല്ലാവർക്കും ഗൂഗിൾ ഉണ്ട്, പ്രത്യേകിച്ച് ഇപ്പോ പല സംവിധാനങ്ങളും ഉണ്ട്. നമ്മളൊന്ന് എടുത്ത് അടിച്ചു വെക്കണം മാര്. ഞാനത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. കേരളത്തിൽ വൃക്കരോഗികൾ പെണ്ണുങ്ങളിൽ കൂടാനുള്ള കാരണം, മക്കളിൽ കൂടാനുള്ള കാരണം അവരുടെ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ നിയന്ത്രിതമല്ലാത്ത ഉപയോഗമാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വാണിജ്യം നടക്കുന്നതൊന്നും പടക്കോപ്പുകളാണ്. അത് രാജ്യങ്ങൾ തമ്മിലാണ്, കോടാനുകോടിയുണ്ട്. പക്ഷേ അല്ല, അതിന്റെ താഴെ നടക്കുന്ന ഏറ്റവും വലിയ കച്ചവടം എന്താണെന്നറിയോ നിങ്ങൾക്ക്? ലോകാടിസ്ഥാനത്തിൽ കോസ്മെറ്റിക് ഉപകരണങ്ങളാണ്. ഈ കോസ്മെറ്റിക് എന്ന് പറഞ്ഞാൽ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ. സൗന്ദര്യവർദ്ധക വസ്തുവിന് ഈ ലോകം ചെലവാക്കുന്ന പൈസ 530 ബില്യണാണ്. 530 ബില്യൺ എന്ന് പറഞ്ഞാൽ 530 ബില്യൺ എന്ന് പറഞ്ഞാൽ ഏകദേശം 5,30,000 കോടിയിലധികം മനുഷ്യൻ ഉപയോഗിക്കുന്നത്, ചെലവാക്കുന്നത് കോസ്മെറ്റിക്കിന് വേണ്ടി, സൗന്ദര്യവർദ്ധക വസ്തുവിന് വേണ്ടി. ഇതിന്റെ വലുപ്പം നമുക്ക് മനസ്സിലാകുക എങ്ങനെയാണെന്നറിയോ? ഈ ലോകം ഒട്ടുക്കും വിദ്യാഭ്യാസത്തിന് വേണ്ടി ലോകം ചെലവാക്കുന്ന പൈസ എത്രയാണെന്നറിയോ? 17 ബില്യൺ. വെറും 17 ബില്യൺ. അതിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനം പെടും, ഇന്ത്യയിൽത്തത് പെടും, യൂറോപ്പിൽത്തത് പെടും, ഏഷ്യയിൽ പെടും, മറ്റ് ആഫ്രിക്കൻ രാജ്യത്തുള്ളത് പെടും. എല്ലാറ്റിനും കൂടി ലോകത്ത് ചെലവാക്കുന്ന പൈസ 17 ബില്യൺ വിദ്യാഭ്യാസത്തിന്. മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണത്തിന് ലോകത്ത് ചെലവാക്കുന്നത് 120 ബില്യൺ. മനുഷ്യന്റെ കോസ്മെറ്റിക്കിന് ഉപയോഗിക്കുന്നത് 530 ബില്യൺ. അതിന്റെ പരിണിത ഫലമാണ് 2ാം ക്ലാസ്സിൽ മദ്രസയിൽ വരുന്നതിന്റെ ചുണ്ടും കാണാൻ ചോത്തിട്ട് ഉമ്മന്റെ വേഗം എടുത്ത് വരട്ടിയാന്നാ പറയാ. കുറ്റല്ലട്ടോ, ആക്ഷേപിക്കുകയല്ല. ഇനി ചിലര് പറയും പുറത്ത് പെരട്ടിയല്ലേ ഉള്ളൂ, ഇത് പൊള്ളോട്ട് തിന്നൊന്നുമല്ലല്ലോ. ഇപ്പൊ ഒന്ന് വീണ് കസേരന്റെ കാലിന് കൈ തച്ചു, ഇവിടെ മുഴച്ചു. ഡോക്ടറെ കാണിക്കുമ്പോൾ ഡോക്ടർ പറയും നിങ്ങൾ ഓയിൽമെന്റ് പെരട്ടണം. ഇവളെന്താ ചോദിക്കുക? മേലെ പെരട്ടിയിട്ട് ഇപ്പൊ എന്താ ഓയിൽമെന്റ് തിന്നാ മതിയോ എന്ന് ചോദിക്കുവോ? ഇല്ലല്ലോ. ഇത് മേലെ പെരട്ടുമ്പം ഓരോ രോമത്തിന്റെയും കോശത്തിന്റെയും ഉള്ളിലൂടെ അടിയിലേക്ക് പോകും, എല്ലുകൾക്ക് അത് ബലം കൊടുക്കും, നീര് വലിയും. കാരണം അത് ശരീരത്തിന്റെ കിഡ്നിയിലേക്ക് പോകുന്നുണ്ട്, ആ കിഡ്നി അത് അറിയിക്കുന്നുണ്ട്, ആ നീര് വലിയുന്നുണ്ട്. അതുകൊണ്ട് ഓയിൽമെന്റ് തേക്കുമ്പോഴും അവിടുത്തെ മുഴ പോകുന്നത് നീര് വലിയുന്നത്. അങ്ങനെയാണെങ്കിൽ ചുണ്ടിൽ പുരട്ടുന്ന ഒരു ലിപ്സ്റ്റിക് കൊണ്ട് അത് നേരെ പോകുന്നത് കിഡ്നിയിലേക്ക്, വൃക്കയിലേക്ക് തന്നെയാണ്. ഇത് ഞാൻ പറഞ്ഞല്ല. കേരളത്തിൽ പ്രൊഫസൽ എന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഡോക്ടർമാരുടെ സമ്മേളനം നടത്തിയപ്പോൾ അതിലൊരു ചോദ്യം ഇതായിരുന്നു. 16 ഡോക്ടർമാർ ഒരു വേദിയിലിരുന്ന് പറഞ്ഞു, ഇന്ന് കേരളത്തിൽ കിട്ടുന്നത് കൂതറ ലിപ്സ്റ്റിക്കുകളാണ്. നല്ല ലിപ്സ്റ്റിക് എന്നെങ്കിൽ തന്നെ അത് ലോകാടിസ്ഥാനത്തിൽ ഇസ്രായേൽ രാജ്യം പ്രൊഡക്റ്റ് ചെയ്യുന്നത് പല അറബ് രാജ്യങ്ങളിലും ഇവിടെയുള്ള പൈസന്റെ ആയിരങ്ങൾക്കപ്പുറത്താണ്. ഇന്ന് 120 രൂപക്കും 150 രൂപക്കൊക്കെ നിങ്ങൾ ഫാൻസിയിൽ നിന്നും വാങ്ങുന്ന കൂതറ സാധനങ്ങളുണ്ടല്ലോ, അത് വൃക്ക രോഗികളെയും കിഡ്നി രോഗികളെയും കേരളത്തിൽ നല്ല ഓരോ കുടുംബത്തിന്റെയും സങ്കടത്തിന് കാരണമാകുന്നുണ്ട് എന്ന് ശാസ്ത്രവും ചരിത്രവും രേഖകളും രേഖപ്പെടുത്തുമ്പോ നമുക്കിപ്പോഴും തിരിഞ്ഞിട്ടില്ല. നമ്മളത് പറയുമ്പോൾ പറയുന്നത് അറിയോ? അയാൾക്ക് എന്താ പ്രസംഗിക്കുന്നതിന്? അയാൾക്കൊരു സൗന്ദര്യബോധമില്ലാത്ത മദ്രസ പൊട്ടൻ ഇതാ വരിക. നല്ലത് പറയുമ്പോൾ ആൾക്കാർക്ക് അതാ ഇഷ്ടപ്പെടാത്തത്. അതിപ്പോ എല്ലാവരും അങ്ങനെ തന്നെയാ. ഞാൻ പറയലുണ്ട്, നല്ലത് പറയുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമല്ലേ എന്നറിയണമെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച താഴെ വന്ന് ബേക്ക് ചാരിയിരിക്കുന്ന പെണ്ണുങ്ങളോടോ ആണുങ്ങളോടോ ഒന്ന് മുന്നോട്ട് കയറിയിരിക്കട്ടോ, സ്വപ്പൊപ്പിച്ചെന്ന് പറഞ്ഞോ നമ്മളെ ഒരു നോട്ട, ഈ നമ്മളെ നന്നാക്കണ്ട, ഈ പോയി നന്നായാ മതി. ഞാൻ ചിലപ്പോഴൊക്കെ ഹുത്തുബ നടത്തിയിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചിലരിന്റെ കൈ പിടിച്ചിട്ട് പറയും, നല്ല ഹുത്തുബയായിട്ടോ ഇപ്പോഴത്തെ കാലത്ത് പറയേണ്ടതാണ്. ഞാൻ ആ സന്തോഷത്തിൽ അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. വൈകുന്നേരം വീട്ടിൽ എത്തുമ്പോൾ ഉണ്ടാവും ഉമ്മ ഇങ്ങനെ കണ്ണു നിറഞ്ഞു കൊലായി കുത്തിരിക്കുന്നു. ഞാൻ ചോദിക്കും എന്തേ ഉമ്മ? എന്റെ ഇന്നത്തെ ഹുത്തുബന്റെ കമന്റിങ് വായിച്ചു. ഞാൻ ചോദിച്ചു എന്തേ? അതിൽ 10 കമന്റ് വന്ന് 9 വാപ്പക്കെതിരെയാണ്. എന്റെ വാപ്പനെ വിളിച്ചതാണ്, 10ാമത്തെ ഉമ്മനെ വിളിച്ചതാണ്. എന്റെ അമ്മനെയും വാപ്പനെയും ഞാൻ തെറി കേട്ടത് ഞാൻ അള്ളാന്റെ ദീന് പറഞ്ഞതിന്റെ പേര്. ആൾക്കാർക്ക് ഇഷ്ടപ്പെടൂല നല്ലത് പറയുന്നത്. റസൂലുള്ള പറഞ്ഞത് നാട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് കരുതിയിട്ട് പറയാണ്ടിരിക്കാൻ എനിക്ക് പറ്റൂല. കാരണം ഞാൻ എന്റെ കുടുംബം പോലെ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്.
നാളെ പടച്ചോന്റെ മഹിഷറയിൽ നിങ്ങളെയും പടച്ചോൻ കൊണ്ടുവരുമ്പം അല്ലാഹുമ്മ അശ്ഹദ്, നീ സാക്ഷി റബ്ബേ, ചിക്കൊന്ന് പ്രദേശത്തെ നല്ലവരായ ഉമ്മാക്കും ബാപ്പാക്കും ഞാനത് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളെ പാടായി നിങ്ങൾക്ക് വേണ്ടത് സ്വീകരിക്കാം, തള്ളിക്കളയാം. ഒരാളും മതത്തിൽ നിർബന്ധം ചെലുത്തൂല. അതുകൊണ്ട് നമ്മളെ കുടുംബത്തിൽ നല്ല സ്വഭാവങ്ങൾ വരണം, നല്ല ചുറ്റുപാടുകൾ വരണം. ഖുർആൻ പഠിക്കാനും പഠിപ്പിക്കാനും ആവേശത്തോടെ മക്കൾക്ക് വേണ്ടി മാർഗം കാണിച്ചു കൊടുക്കണം. ഇന്ന് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായി കിട്ടുക എന്നുള്ളത് വലിയൊരു ഹൈറായിക്കൊണ്ടിരിക്കുക. കാരണം അത്രയേറെ ഭൗതിക വിദ്യാഭ്യാസം തലക്ക് പിടിച്ച് മദ്രസ പോലും എടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എത്ര മനോഹരമായിട്ടാണ് ആ മക്കള് ഓരോ ആയത്തുകളും ഓരോ വാക്കുകളും ഇവിടെ അവതരിപ്പിച്ച് അതിനുവേണ്ടി തന്നെ തയ്യാറായ മാതാപിതാക്കള്, അതിനുവേണ്ടി പണിയെടുത്ത ഇതിന്റെ അധ്യാപകര്, സാമ്പത്തിക ചെലവാക്കുന്നവര്, ഇവരൊക്കെ ഒരു കൂട്ടായ പരിശ്രമം നടത്തുന്നത് അവനാന്റെ പൊരയിലേക്ക് എന്തെങ്കിലും പൈസ ഉണ്ടാക്കണമെന്ന് കരുതിയിട്ടല്ല, ഈ സമൂഹം നന്നാവണമെന്ന് കരുതിയിട്ടാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഈ പേച്ചു പോകുന്ന സമൂഹത്തിന് വഴി കാണിക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനം അത് മുജാഹിദ് പ്രസ്ഥാനം മാത്ര. ഇവിടെയുള്ള പലരും എല്ലാ കഥകളും കെട്ടുകഥകളും നിരീശ്വരവാദത്തിലേക്കും യുക്തിവാദത്തിലേക്കും സമൂഹത്തെ കൊണ്ടുപോകുമ്പോ, അതല്ലെങ്കിൽ ജാതീയതയുടെയും വർഗീയതയുടെയും പേരിൽ തമ്മിത്തല്ലിക്കുമ്പോ, മനുഷ്യന്റെ അതിർവരമ്പുകൾ ഭേദിച്ച് തമ്മിൽ കൊലപാടെടുക്കാൻ വേണ്ടി പകയും വൃത്തികേടുകളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ, ഉമ്മത്തിനെ തൗഹീദിൽ ഉറപ്പിച്ചു നിർത്തി പരസ്പരം സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഒരേ ഒരു മതം, ഒരേ ഒരു ഇസ്ലാം, ഒരേ ഒരു പ്രസ്ഥാനം അത് മുജാഹിദ് പ്രസ്ഥാനം മാത്രമാ. കാരണം അയൽവാസി പട്ടിണി കിടക്കുമ്പം വയറ് നിറച്ച് ഭക്ഷിക്കുന്നവൻ മുസൽമാൻ അല്ലെന്നും, അയൽവാസി അമുസ്ലിം ആണെങ്കിൽ പോലും നീ ഇസ്ലാമിൽ പെടില്ലെന്നും ലോകത്തെ പഠിപ്പിച്ച ഒരു മതമുണ്ടെങ്കിൽ അതെന്റെ പ്രവാചകന്റെ മതമാ. അതേതെങ്കിലും പൊട്ടിത്തെറിക്കുന്ന ചാവറുകളെ നോക്കി ഇസ്ലാം തീവ്രവാദത്തിന്റെയും വർഗീയതയുടെയും മതമാണ് എന്ന് ലോകത്തുള്ള ഇസ്ലാമിസ്റ്റുകൾ വ്യാഖ്യാനിക്കുമ്പോ അവരുടെ വാക്കുകളിൽ നിന്നല്ല ഇസ്ലാമിനെ പഠിക്കേണ്ടത്. ഉറുമ്പ് കൂട്ടങ്ങളെ കരിക്കുന്നവനെ പച്ചക്ക് ഞാൻ കരിക്കുമെന്ന് മിണ്ടാ പ്രാണികൾക്ക് വേണ്ടി സംസാരിച്ച എന്റെ റബ്ബിന്റെ മതം. ആദ്യമായി ഒരു അമുസ്ലിം മരിച്ചു കിടക്കുന്നത് കണ്ടപ്പം അമുസ്ലിമിന്റെ മുൻപിൽ വെച്ച് തലപ്പാവൂരി ഒരു അമുസ്ലിമിന്റെ മയ്യത്തിനോട്, ശവത്തോട് എങ്ങനെ ബഹുമാനം കാണിക്കണമെന്ന് ലോകത്തെ പഠിപ്പിച്ച എന്റെ പ്രവാചകന്റെ മതം ഒരിക്കലും ഒരു തീവ്രവാദത്തിന്റെ മതമല്ല. അന്യായമായി നീ ഒരാളെ കൊന്നാൽ, അന്യായമായി നീ ഒരാളെ കൊന്നാൽ, അത് കാശ്മീരിന്റെ തെരുവോരങ്ങളിൽ പോയി തീവ്രവാദം നടത്തി പൊട്ടിത്തെറിച്ചാലും, ബോംബെയുടെ തെരുവോരങ്ങളിൽ തോക്കുകൾ എടുത്ത് വെടിവെച്ചു കൊന്നാലും, അങ്ങ് സിറിയയിൽ പോയി മരിച്ചാലും, അങ്ങ് ലോകത്തിന്റെ ഏത് മുക്കുമൂലകളിൽ പോയി പണിയെടുത്താലും, കേരളത്തിന്റെ മണ്ണിൽ ഇന്ത്യയുടെ രാജ്യത്തിന്റെ അഖണ്ഡതക്കും ഭംഗിക്കും തട്ടം വരുത്തുന്ന, കോട്ടം വരുത്തുന്ന ഏത് വൃത്തികേടിൽ നീ പ്രവർത്തിച്ചിട്ടുണ്ടോ, വലൈസ മിന്നാ, പറയരുത് നീ ഇസ്ലാമിന്റെ പേരിലേക്ക് നീ ഇസ്ലാം അല്ല എന്ന് ലോകത്തെ പഠിപ്പിച്ച റസൂലിന്റെ മതം. ഒരാളെ അന്യായമായി കൊന്നാൽ ലോകത്തുള്ള 800 കോടി മനുഷ്യരെയും കൊന്നവനെ പോലെയാണ് നീ എന്ന് പഠിപ്പിച്ച മതം. ആ മതമാണ് പ്രവാചകന്റെ മതം, മനുഷ്യരെ സ്നേഹിക്കാൻ പഠിപ്പിച്ച മതം. അമുസ്ലിമീങ്ങളായ ക്രിസ്ത്യാനി വിഭാഗങ്ങൾ മദീനയിൽ വന്നപ്പോ ആരാധനക്ക് സ്ഥലമില്ല മുഹമ്മദേ എന്ന് പറഞ്ഞ സമയത്ത് മദീന പള്ളിയുടെ വാതിൽ തുറന്നു കൊടുത്ത്, മദീന പള്ളിയുടെ മുൻഭാഗത്ത് ഈത്തപ്പന കൊണ്ട് മറ കൊടുത്ത് ആ അന്യമതക്കാർക്ക് ആരാധന നിർവഹിക്കാൻ വേണ്ടി വിട്ടുകൊടുത്ത മതം. അമുസ്ലിമായ ഒരു മനുഷ്യൻ തെറ്റിന്റെ പേരിൽ അഥവാ മോഷണം നടത്തി എന്ന പരാതിയുടെ പേരിൽ ബന്ധിക്കപ്പെടുകയും അവസാനം തെളിവിന്റെ സാഹചര്യത്തിൽ മോഷണം നടത്തിയത് മുസ്ലിം കുടുംബത്തിലെ പെണ്ണാണെന്നറിഞ്ഞപ്പോ ആ പെണ്ണിന്റെ കൈവെട്ടാൻ കൽപ്പിച്ച എന്റെ പ്രവാചകന്റെ മതം, അമുസ്ലിമായ ജൂതനോട് ചെയ്തു പോയതിന്റെ പേരിൽ മാപ്പപേക്ഷ നടത്തിയ എന്റെ പ്രവാചകന്റെ മതം, ആ ഇസ്ലാമാണ് എന്റെ സിരകളിൽ ഓടുന്നതെങ്കിൽ, ആ ഇസ്സത്താണ് എന്റെ നെഞ്ചിന്റെ ഉള്ളിലതെങ്കിൽ, മുസ്ലിമീൻ ആർക്ക് മുൻപിലും ആർജവത്തോടെ ഞാൻ പറയും, എന്റെ നെരിയാണിക്ക് മേലെ വസ്ത്രം ഉയരുന്നത്, എന്റെ താടികളിൽ രോമം വളരുന്നത്, എന്റെ 5 വക്ത് നമസ്കാരം, എന്റെ മദ്രസകൾ, എന്റെ ഖുർആനുകൾ, എന്റെ ഖുർആൻ പഠന കേന്ദ്രങ്ങൾ ഒരിക്കലും മനുഷ്യനെ അകറ്റാനുള്ളതല്ല. അവിടെ പഠിപ്പിക്കുന്നത് തീവ്രവാദമല്ല, അവിടെ പഠിപ്പിക്കുന്നത് വർഗീയതയല്ല, മറിച്ച് മനുഷ്യനെ മനുഷ്യനായി കാണാനും ദൈവത്തിന്റെ തൃപ്തിക്ക് വേണ്ടി പരസ്പരം സ്നേഹിക്കാനും, ജാതീയതയില്ലാതെ വർഗീയതയില്ലാതെ തൊട്ടുകൂടായ്മകളില്ലാതെ തീണ്ടിക്കൂടായ്മകളില്ലാതെ മേൽജാതി കീഴ്ജാതി എന്ന വിശ്വാസമില്ലാതെ ഇന്ത്യ എന്ന മഹാരാജ്യത്തിനെ സ്നേഹിച്ചുകൊണ്ട് പെറ്റുമ്മയെ പോലെ സംരക്ഷിക്കണമെന്നും അതിനുവേണ്ടി രക്തം ചിന്തുന്നവൻ സ്വർഗാവകാശിയാണെന്നും പഠിപ്പിച്ച എന്റെ മദ്രസകളും എന്റെ ഖുർആനിക സ്ഥാപനങ്ങളും എന്നും ഈ സമൂഹത്തിന് മുൻപിൽ കാണിച്ചു കൊടുക്കുന്നത്, മനുഷ്യരെ നമ്മളൊന്ന ഒരു ദൈവത്തിന്റെ സൃഷ്ടികളാ, തിരിച്ചു പോകേണ്ടത് ഒരു ദൈവത്തിന്റെ അടുത്തേക്കാ. ഞങ്ങൾ വിളിക്കുന്ന അള്ളാഹുവും നിങ്ങൾ വിളിക്കുന്ന ഈശ്വരനും ക്രിസ്ത്യാനി വിളിക്കുന്ന കർത്താവും ഒരേ ഒരു ഈശ്വരനാണെങ്കിൽ ആ ഈശ്വരൻ ആഗ്രഹിക്കുന്നത്, ആ
ഈശ്വരൻ തൃപ്തിപ്പെടുന്നത് പരസ്പര സ്നേഹത്തിന്റെയും ഈശ്വരനെ മാത്രം ആരാധിക്കുന്നതിന്റെയും തൃപ്തിയാ. ദൈവത്തെ അന്വേഷിച്ച് നിങ്ങൾ പോകേണ്ടത് അമ്പലങ്ങളിലേക്കും പള്ളികളിലേക്കും ചർച്ചുകളിലേക്കും മാത്രമല്ല. നിന്നെ ഓർത്ത് പുഞ്ചിരിക്കുന്ന മാതാവിന്റെ പുഞ്ചിരിയിൽ ദൈവത്തിന്റെ കടാക്ഷമുണ്ട്. ദൈവത്തെ അന്വേഷിച്ച് നീ പോകേണ്ടത് പള്ളിയുടെ മിനാരങ്ങൾക്ക് താഴേക്കും അമ്പലങ്ങളുടെ വിളക്കുകൾക്ക് പിന്നിലേക്കുമല്ല. നിന്നെ ഓർത്ത് നിന്റെ അയൽവാസി സന്തോഷിക്കുന്നുണ്ടെങ്കിൽ, നിന്നെ അയൽപ്പക്കക്കാരനായി കിട്ടിയതിന്റെ പേരിൽ അവൻ നിർഭയവാനാണെങ്കിൽ നിനക്ക് ദൈവത്തെ കാണാൻ പറ്റുന്നത് അയൽവാസിയുടെ പുഞ്ചിരിയിലാണെന്ന് ലോകത്തെ പഠിപ്പിച്ച മതം ഇസ്ലാം എന്ന ലോകത്തെ പഠിപ്പിച്ച സന്ദേശം, ആ സന്ദേശം പഠിപ്പിക്കുന്നത് ഖുർആനിക ആയത്തുകളിലൂടെയാ. ആ ആയത്തിൽ അമുസ്ലിമീങ്ങളെ കണ്ടെടുത്തേച്ച് കൊല്ലാൻ പറയുന്നില്ല. ആ ആയത്തുകളിൽ അമുസ്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കരുതെന്ന് പറയുന്നില്ല. ആ ആയത്തുകളിൽ അമുസ്ലിമീങ്ങളുടെ ഹോട്ടലുകളിൽ കയറരുത് എന്ന് പറയുന്നില്ല. ആ ആയത്തുകളിൽ നിങ്ങൾ മാതാപിതാക്കളെ അവഗണിച്ചേക്കണമെന്ന് പറയുന്നില്ല. മറിച്ച് മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് റബ്ബ് സംസാരിക്കുന്നത് മനുഷ്യന് വേണ്ടിയാ, മനുഷ്യത്വത്തിന് വേണ്ടിയാ, സ്നേഹത്തിന് വേണ്ടിയാ. ലുക്കും ദീനുക്കും വലിയ ദീൻ. അന്യമതക്കാരെ കുറ്റം പറയല്ലേ, അവരെ അമ്പലങ്ങളെ തകർക്കല്ലേ, അവർക്ക് നേരെ വെടിയുണ്ടകൾ ഉതിർക്കല്ലേ, അവർക്കിടയിൽ പോയി പൊട്ടിത്തെറിക്കല്ലേ, അവരുടെ ദൈവത്തെ കുറ്റം പറയല്ലേ. അതുകൊണ്ട് തന്നെയാണ് ഇക്കഴിഞ്ഞ വിഷുവിന് കേരളത്തിലുള്ള ഒരു സ്ഥാപനക്കാരൻ അവന്റെ ഭക്ഷണത്തിന്റെ മേലെ മറ്റൊരു ആളുകളുടെ ആരാധ്യ ചിത്രം വെച്ചപ്പോ അതിനെതിരെ സംസാരിച്ചത് കേരളത്തിലെ മുസ്ലിമീങ്ങളാ. ചെയ്യാൻ പാടില്ല. ലുക്കും ദീനുക്കും വലിയ ദീൻ. അവർക്ക് അവരുടെ മതം, നമുക്ക് നമ്മളുടെ മതം. മതം മനുഷ്യനെ അകറ്റാനോ മനുഷ്യനെ വെറുക്കാനോ തമ്മിൽ പേടിപ്പിക്കാനോ തമ്മിൽ ശത്രുത വളർത്താനോ ഉള്ളതല്ല. സ്നേഹിക്കാൻ, മനുഷ്യനാവാൻ, ഒരു ദൈവത്തിന്റെ അടിമകളാണെന്ന ബോധത്തോടുകൂടി പരസ്പരം ദൈവതൃപ്തിക്ക് വേണ്ടി ജീവിക്കാൻ, അതാണ് മദ്രസകൾ, അതാണ് പഠിപ്പിക്കുന്നത്, അതാണ് ഖുർആനിക ആയത്തുകൾ. ആ പഠിക്കുന്ന ആയത്തിന്റെ പൂർത്തീകരണമാണ് ഹിഫ്ളാവുക, ഹാഫിളാവുക എന്നുള്ളത്. ദാറുൽ ഫുർഖാൻ ഇനിയും ഇവിടെ ഒരു വിളക്കമാടമായിട്ടുണ്ടാകും. തീക്കൊന്നു പ്രദേശത്തേക്ക് മാത്രമല്ല. ഇതിനെ നിലനിർത്തുക എന്നുള്ളത് ഓരോരുത്തരുടെയും ബാധ്യതയാ. അക്ഷരങ്ങളുടെ സ്ഫുടതകളോടുകൂടി, വാക്കക്ഷരങ്ങളുടെ തെളിവയോടുകൂടി, തജ്വീദിന്റെ നിയമത്തോടുകൂടി ഓരോ മക്കളും ആയത്തുകൾ ഓതുമ്പോ രക്ഷിതാക്കളെ ഖബറിലേക്കുള്ള സമ്പാദ്യമാ, ആഖിറത്തിലേക്കുള്ള സമ്പാദ്യമാ. അതേ ഉണ്ടാകൂ. കൂടെ 3 പിടി മണ്ണ് വാരിയിട്ട് തസ്ബീഹും ചൊല്ലി പള്ളിപ്പറമ്പെന്ന് കുടുംബക്കാര് തിരിച്ചു പോകുമ്പോ ദിവസങ്ങൾ മാത്രമേ അവര് നമ്മളെ ഓർക്കാറുള്ളൂ. 3-ാമത്തെ ദിവസം വയറു വീർക്കും നമ്മളുടേത്, 4-ാമത്തെ ദിവസം പൊട്ടിത്തെറിക്കും വയറ് നമ്മളുടേത്, 5-ാമത്തെ ദിവസം നഖങ്ങൾ തുഴിവരിച്ചു തുടങ്ങും. ഒരാഴ്ചയും 14 ദിവസമാകുമ്പോഴേക്കും മാംസങ്ങൾ ശരീരത്ത് നുതിർന്നുതിർന്ന് വീഴും. മണ്ണിനരിയിൽ കിടക്കുന്ന ആ ജീവിതത്തെക്കാൾ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ ലോകത്ത് റബ്ബ് ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗം എന്ന ലോകത്തെയാണെങ്കിൽ ആ സ്വർഗത്തിന് വേണ്ടി ജീവിക്കാൻ ഈ സമൂഹത്തെ ഒരുക്കേണ്ടത് ദീനീ ചിട്ടകളിലൂടെയാ, ദീനീ കുടുംബങ്ങളിലൂടെയാ. ആ കുടുംബം വാർത്തെടുക്കപ്പെടുന്നത് ഇതുപോലെയുള്ള ഖുർആൻ പഠന കേന്ദ്രങ്ങളിലൂടെയാണെങ്കിൽ നിലനിർത്തണം. ആർജവത്തോടെ സമ്പത്ത് കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ചേർത്ത് പിടിക്കണം. മക്കളെ നൽകിയും വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചും അതിന്റെ തുടക്കവും അതിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിനുമാകട്ടെ ഈ ഒരു ഒരുമിച്ചുകൂടൽ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലാഹു ഇതിനേക്കാൾ മനോഹരമായ റബ്ബിന്റെ സ്വർഗത്തിൽ നമ്മളെ എല്ലാവരെയും ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ സർവ്വ പാപങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ എല്ലാവരുടെയും ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നാഥാ, ഞങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നീ ഇഷ്ടപ്പെടുന്ന ഒരു ദാമ്പത്യ ജീവിതം നയിക്കാനും കുടുംബമായി ജീവിക്കാനും ഞങ്ങളെ മക്കളെയും കുടുംബത്തെയും നീ ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി മാറ്റി നൽകണമേ. റബ്ബേ, ലോകത്തിന്റെ നാനാഭാഗത്തെ മുസ്ലിം സമൂഹം പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പല കുടുംബങ്ങളും പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പല ആളുകളും വേദനിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരുടെ അസുഖങ്ങളും വേദനകളും നീ എളുപ്പം മാറ്റി സമാധാനവും സന്തോഷവും നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അൻസുർ ലിഗസ്സ. പ്രിയപ്പെട്ടവരെ, പ്രവാസ ലോകം ഏറെ ആശങ്കയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ സമ്പാദ്യമാണ് കേരളത്തിലുള്ള ഓരോ കുടുംബങ്ങളുടെയും സമാധാനം. അവരുടെ കച്ചവടമാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ദീനീ രംഗത്തുള്ള പ്രോത്സാഹനം. അതുകൊണ്ട് തന്നെ പ്രവാസ ലോകം ഇന്ന് അനുഭവിക്കുന്ന കെടുതിയിൽ നിന്ന്, യുദ്ധഭയത്തിൽ നിന്ന് ആ നാടിന്റെ നിർഭയത്വത്തിലേക്കും ശത്രുക്കളുടെ തന്ത്രത്തെ പരാജയപ്പെടുത്തി
സമാധാനത്തോടെ ജീവിക്കാൻ ഞങ്ങളെ പ്രവാസി സഹോദരങ്ങൾക്കും അവരുടെ സാമ്പത്തിക രംഗത്തിനും അവരെ കുടുംബത്തിനും പ്രവാസ ലോകത്തിനും ആ രാജ്യങ്ങൾക്കും നീ കാരുണ്യം ചൊരിയണമേ. വസല്ലല്ലാഹു അലാ നബീന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവരും പോകാവൂ. സ്ത്രീകൾ ആരും അവിടെ നിന്ന് എഴുന്നേൽക്കരുത്. പുരുഷന്മാർ പെട്ടെന്ന് തന്നെ പള്ളിയിലേക്ക് പോവുക. ജമാഅത്ത് നമസ്കാരത്തിന് ശേഷമാണ് പുരുഷന്മാർക്ക് ഭക്ഷണം. സ്ത്രീകൾക്ക് ഭക്ഷണം അങ്ങോട്ട് വരും. കുട്ടികൾക്ക് ഇവിടെ ഫ്രണ്ടിൽ തന്നെ കൗണ്ടർ ഉണ്ട്, ആ കൗണ്ടർ ഉപയോഗപ്പെടുത്താം. ചെറിയ കുട്ടികൾക്കൊക്കെ വല്ലാതെ വിശക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് ഫ്രണ്ടിലെ കൗണ്ടറിലേക്ക് വരാം. പുരുഷന്മാർ ഉടനെ പള്ളിയിലേക്ക് പോവുകയും ജമാഅത്ത് നമസ്കരിക്കുകയും ചെയ്യാം. ജമാഅത്ത് നമസ്കാരത്തിന് ശേഷം ഭക്ഷണത്തിലേക്ക് വരാം. ഈ ഒരു പ്രോഗ്രാമിന് നന്ദി രേഖപ്പെടുത്തി സംസാരിക്കുന്നത് KNM യൂണിറ്റ് സെക്രട്ടറി ബഹുമാന്യനായ NK സലാം സാഹിബാണ്. അതിന് അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും. ഇന്ന് 4:30 മണി മുതൽ നമ്മളെ ദാറുൽ ഫുർഖാന്റെ ഈ പരിപാടി തുടങ്ങിയതാണ്. ഇപ്പം 10 മണി ഏകദേശമായി. നമുക്ക് ഏറ്റവും നല്ല ക്ലാസ് തന്ന നമ്മളെ ഒമാന പണ്ഡിതൻ അൻസാർ നമ്മണ്ടക്ക് ഒരുപാട് നന്ദിയും കടപ്പാടും അറിയിക്കുന്നു.